രാജ്യത്തെ നടക്കുന്ന മറ്റൊരു കുടുംബ ദുരന്തമാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഭാര്യ മറ്റൊരാളുമായി ഫോണിൽ സംസാരിച്ചുവെന്ന സംശയത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവ് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിനെ അനാഥയാക്കിയ ഒരു കുടുംബം നിമിഷങ്ങൾക്കകം ഇല്ലാതായ ഈ സംഭവം വലിയ ചർച്ചയാവുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഡൽഹിയിൽ 28-കാരനായ വിനയ് തന്റെ 24-കാരിയായ ഭാര്യ നിഷയെ ഒരു വലിയ ബാറ്ററി ഉപയോഗിച്ച് തലക്കടിച്ചാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ നിഷയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 5 വർഷം മുമ്പായിരുന്നു വിനയുടെയും നിഷയുടെയും വിവാഹം. ദമ്പതികൾക്ക് 3 വയസ്സുള്ള ഒരു മകളുണ്ട്. കഴിഞ്ഞ 7 മാസമായി ഇവർ വാടക വീട്ടിലായിരുന്നു താമസം. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ കുടുംബജീവിതം നയിക്കുന്നവരായി തോന്നിയെങ്കിലും വീട്ടിനുള്ളിൽ സംശയവും തർക്കങ്ങളും വളർന്നിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന സൂചന. ജൂലൈ 2-നാണ് ഇരുവരും തമ്മിൽ കടുത്ത തർക്കമുണ്ടായത്. ഭാര്യ മറ്റൊരാളുമായി ഫോണിൽ സംസാരിച്ചുവെന്ന സംശയമാണ് തർക്കത്തിന് കാരണമായെന്നാണ് പോലീസ് പറയുന്നത്. തർക്കം രൂക്ഷമായതോടെ വിനയ് സമീപത്തുണ്ടായിരുന്ന വലിയ ബാറ്ററി എടുത്ത് നിഷയുടെ തലയ്ക്ക് പലതവണ അടിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഭാര്യയെ ആക്രമിച്ച ശേഷം വിനയ് അലൂമിനിയം ഫോസ്ഫൈഡ് എന്ന വിഷവസ്തു കഴിച്ചതായും പോലീസ് കണ്ടെത്തി. എന്നാൽ അതിനു മുമ്പ് 3 വയസ്സുള്ള മകളെ കൂട്ടി സമീപത്ത് താമസിക്കുന്ന തന്റെ മാതാവിന്റെ വീട്ടിലെത്തുകയായിരുന്നു. അവിടെ സഹോദരിയോട് ഭാര്യയെ കൊന്നതായും താൻ വിഷം കഴിച്ചതായും ഇയാൾ പറഞ്ഞതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത് കേട്ട് ഞെട്ടിയ സഹോദരി ഉടൻ ദമ്പതികളുടെ വീട്ടിലേക്ക് ഓടിയെത്തി. അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ നിഷയെ കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ഇരുവരുടെയും മരണം സംഭവിച്ചിരുന്നു. ഡോക്ടർമാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിഷയുടെ മരണകാരണം തലക്കേറ്റ ഗുരുതരമായ പരിക്കുകളാണെന്ന് സ്ഥിരീകരിച്ചു. വിനയ് വിഷം കഴിച്ചതാണ് മരണകാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പിന്നീട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദമ്പതികൾക്കിടയിൽ നേരത്തെയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും സംഭവത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തമോ ഉണ്ടോ എന്നും ഉൾപ്പെടെ എല്ലാ സാധ്യതകളും പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം വെറും സംശയത്തിന്റെ പേരിൽ ഒരു കുടുംബം തകർന്ന ഈ സംഭവം വീണ്ടും ഗാർഹിക പീഡനത്തെയും ദാമ്പത്തിക ബന്ധങ്ങളിലെ മാനസിക സംഘർഷങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ഇരയായി മാറിയത് ഇപ്പോൾ മാതാപിതാക്കളെ ഒരേ ദിവസം നഷ്ടപ്പെട്ട 3 വയസ്സുകാരി കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ ഭാവിയും സംരക്ഷണവും ഇനി എങ്ങനെയാകുമെന്ന ചോദ്യവും സമൂഹത്തിൽ മുന്നിലുണ്ട്. സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലവും കൂടുതൽ വിവരങ്ങളും പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ.